ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന ഉദയസൂര്യനായ യേശു ദിവ്യകാരുണ്യമായി എഴുന്നള്ളി വരുന്ന സമയമാണ്. മുട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നോ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് കർത്താവിനെ ഹൃദയത്തിലേക്ക് നമ്മുടെ ഇടയിലേക്ക് സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു. രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജ്യം, മന്നിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നമ്മൾ കണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദിവ്യകാരുണ്യത്തിൽ കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന സമയം. നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഈശോയെ കാണാൻ പറ്റും. ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അത്ര മഹനീയമായൊരു സമയമാണ് ആരാധനയുടെ സമയം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് രാവിലെയോ പ്രഭാതത്തിലോ പ്രദോഷത്തിലോ എപ്പോഴും ആകട്ടെ, ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവരുമാണ്. നമുക്ക് ആ ബോധ്യത്തോടെ അല്പസമയം വിശുദ്ധ കുർബാനയിലേക്ക് ഒന്ന് നോക്കിയിരിക്കാം. കർത്താവേ, എന്നെ കാണുന്ന അങ്ങയെ കാണുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ജീവിച്ചിരിക്കുന്ന നമ്മൾ ഏതവസ്ഥയിൽ ജീവിക്കുന്നു എന്ന് കർത്താവ് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഈശോയെ കാണാൻ സാധിച്ചാൽ, എപ്രകാരമാണ് അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നത്, കരുതുന്നത്, വഴി നടത്തുന്നത് കാണുവാൻ നമുക്ക് സാധിച്ചാൽ, നമ്മുടെ ആകുലതകൾ നമ്മളെ വിട്ടകലും, ഭയം നമ്മെ വിട്ടകലും, പ്രത്യാശ നമ്മളിൽ വന്ന് നിറയും. കർത്താവേ, അങ്ങനെ കാണുന്നു, അങ്ങനെ അറിയുന്നു,
അങ്ങൻ്റെ കുറവുകൾ മനസ്സിലാക്കുന്നു, അങ്ങൻ്റെ വേദനകൾ മനസ്സിലാക്കുന്നു, അങ്ങനെ സ്നേഹിക്കുന്നു. കർത്താവേ, എന്നെ രക്ഷിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. അവിടുത്തെ സ്നേഹം എനിക്കും കാണുവാൻ, കേൾക്കുവാൻ, അനുഭവിക്കുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കണ്ടാലും ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് കാണാം. ദൈവത്തിൻ്റെ സ്നേഹം ഈ ദിവ്യകാരുണ്യത്തിൽ. കർത്താവേ, അങ്ങയെ നോക്കിയിരുന്ന് അങ്ങയെ ആരാധിക്കുന്ന ഞങ്ങൾ അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടവരുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 123 4 വചനങ്ങളാണ് അതിനകത്തുള്ളത്. ഈ ആരാധനയിൽ നമ്മെ സഹായിക്കുവാൻ നമുക്ക് ഈ സങ്കീർത്തനം എടുക്കാം. 123-ാമത്തെ സങ്കീർത്തനം. സ്വർഗത്തിൽ വാഴുന്നവന് അങ്ങിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ യജമാനൻ്റെ കയ്യിലെന്ന പോലെ, ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്ക് എന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. എപ്രകാരം നമുക്ക് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് ഈ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കാം. 3-ാമത്തെ വചനം, ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്തെന്നാൽ ഞങ്ങൾ നിന്ദനമേറ്റുമടുത്തു. സുഗാലസരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും സഹിച്ച് ഞങ്ങൾ തളർന്നിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ അവസ്ഥയായിരിക്കാം ഈ സങ്കീർത്തനങ്ങളിലൂടെ ദൈവം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ തളർന്നവരായിരിക്കാം, തകർന്നവരായിരിക്കാം, ഒരുപാട് ശത്രുക്കൾ നമുക്കുണ്ടായിരിക്കാം. പലരും നമുക്കെതിരെ ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടാകാം. ഇതിനെല്ലാം പരിഹാരമാണ് ദൈവത്തെ ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് ആരാധിക്കുക എന്നുള്ളത്. നമുക്കിപ്പോൾ ആ ബോധ്യത്തോടെ, മുഴുശക്തിയോടെ, മുഴുഹൃദയത്തോടെ ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ച്, സ്തുതിച്ച്, മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാം. മകനെ അസ്വസ്ഥനാകരുതേ, ആദിയലായുസിനെ നീട്ടാനാകുമോ നരനുലകി. ആകുലയാകരുതേ മകളെ, അസ്വസ്ഥയാകരുതേ, ആദിയലായുസിനെ നീട്ടാനാകുമോ നരനുലകി. സോളമനേക്കാൾ മോടിയിലായി പൂവുകളണിപ്പോ, സോളമനേക്കാൾ മോടിയിലായി പൂവുകളണിപ്പോ, നിന്നെ കരുതി നിനച്ചിടുമേ, പിന്നെ നിനക്കെന്താശങ്ക, നിന്നെ കരുതി നിനച്ചിടുമേ, നിനക്കെന്താശങ്ക. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ, ആദിയലായുസിനെ നീട്ടാനാകുമോ നരനുലകി. ആകുലയാകരുതേ മകളെ, അസ്വസ്ഥയാകരുതേ, ആദിയലായുസിനെ നീട്ടാനാകുമോ നരനുലകി. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവത്തിൻ്റെ പക്കലുണ്ട്. ആ വിശ്വാസത്തോടെ ആയിരിക്കട്ടെ ഹൃദയഭാരങ്ങൾ ഇറക്കി വെച്ച് എല്ലാവരും പാടി പ്രാർത്ഥിക്കുന്നത്.
നാളും ഒന്നും നിന്നെ അകറ്റരുതേ. രക്ഷകനിൽ നിന്നൊരു നാളും ആകുലനാകരുതേ. മകനെ അസ്വസ്ഥനാകരുതേ. ആദിയലായുസ്സിനെ നീട്ടാനാകുമോ നരനുലകിൽ. ആകുലയാകരുതേ. മകളെ അസ്വസ്ഥയാകരുതേ. ആദിയലായുസ്സിനെ നീട്ടാനാകുമോ നരനുലകിൽ. ആദിയലായുസ്സിനെ നീട്ടാനാകുമോ നരനുലകിൽ. ആദിയലായുസ്സിനെ നീട്ടാനാകുമോ നരനുലകിൽ. ഇവിടെ എല്ലാ അവസ്ഥകളും അസ്വസ്ഥതകളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് മുഴുശക്തിയോടെ അല്പസമയം നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനാണ്. കർത്താവേ, അങ്ങയുടെ നാമം ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ആ നാമം ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, ആ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ മേൽ അവിടുത്തെ കൃപകൾ വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിന്റെ ദുഃഖങ്ങൾ, ഭാരങ്ങൾ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ, നൊമ്പരങ്ങൾ എല്ലാം അവിടുന്ന് എടുത്തു മാറ്റണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിന്റെ വേദനകൾ, രോഗങ്ങൾ അവിടുന്ന് കാണണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഏതാനും നിമിഷങ്ങൾ കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൽ ലയിക്കാം. കർത്താവിൻ്റെ സ്വരം കേട്ട് അനുഗ്രഹീതരാകാം. കർത്താവ് നമ്മളെ തൊട്ടനുഗ്രഹിക്കുന്നത് നമ്മുടെ അനുഭവമായി മാറട്ടെ. കർത്താവ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നത് നമുക്കൊന്ന് തിരിച്ചറിയാൻ പറ്റട്ടെ. ഈശോയോട് സംസാരിക്കുക, ഈശോയുടെ സ്വരം ശ്രവിക്കുക. ദൈവമക്കൾ എന്ന നിലയ്ക്ക് ദൈവാനുഭവത്തിൽ 24 മണിക്കൂറും ജീവിക്കേണ്ടവരാണ് നമ്മൾ. ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കേണ്ടവരാണ് നമ്മൾ. കുർബാനയ്ക്ക് മുമ്പും ബിംബും ഒക്കെ നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങണം. പഠനത്തിന് മുമ്പും ബിംബും നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങണം. ജോലിക്ക് മുമ്പും ബിംബും എല്ലാം നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങാൻ കടപ്പെട്ടിരിക്കുന്നവരാണ്. അവർ ദൈവിക ചിന്തയാൽ നമ്മെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയവികാരങ്ങളും വിചാരങ്ങളും ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തെ നോക്കിയിരുന്ന് പ്രാർത്ഥിച്ചതിന് വലിയ ഉദാഹരണങ്ങളായ 2-3 വ്യക്തികളെ ബൈബിളിൽ നിന്നും നമുക്ക് ധ്യാനിച്ചുകൊണ്ട് അപ്രകാരം പ്രാർത്ഥിക്കുവാൻ നമ്മെയും പഠിപ്പിക്കണമേ എന്ന് ദൈവത്തോട് യാചിക്കാം. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഏലിയ പ്രവാചകൻ ദൈവത്തിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചവനാണ്. അവൻ ആത്മാവിൽ ജ്വലിച്ച് ദൈവത്തിനു വേണ്ടി കാത്തിരുന്നു. വലിയ സംഘർഷങ്ങൾ ജീവിതത്തിലുണ്ടായി, പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടായി, മരണം അവൻ്റെ മുമ്പിൽ വന്നു. അവന് പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വന്നെങ്കിലും കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രവാചകനെ കാണാൻ പറ്റും. അവൻ്റെ അടുത്ത് വന്ന ദൈവം അവനോട് ചോദിച്ചു, നീ എന്ത് ചെയ്യുന്നു? അവൻ പറഞ്ഞത്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് എന്നാണ്. ഇത് മനോഹരമായൊരു വെളിപ്പെടുത്തൽ. ഇതുപോലൊരു ജ്വലനം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ സംഭവിച്ചാൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് പറ്റും. ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ നമുക്ക് സാധിക്കും. കർത്താവേ, ഞങ്ങളുടെ പ്രയാസങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക് നോക്കുന്നതിനേക്കാൾ അങ്ങയുടെ മുഖത്തോട്ട് നോക്കുവാൻ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ലൂക്കായുടെ സുവിശേഷം 19-ൽ നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു വ്യക്തി, സക്കേവൂസ്. അവൻ ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്ന് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കർത്താവിന് വേണ്ടി നോക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവൻ്റെ സ്നേഹം, അവൻ്റെ വിശ്വാസം, അവൻ്റെ ഭക്തി കണ്ടിട്ടാണ് ആ മരത്തിൻ്റെ ചുവട്ടിൽ വന്നപ്പോൾ കർത്താവ് അവിടെ നിന്നു അവനോട് താഴേക്കിറങ്ങി വരുവാൻ പറയുന്നത്. ലൂക്ക 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. നമുക്കും യേശുവിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റിയാൽ, യേശുവിനെ നോക്കിയിരിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക്
പരിഹാരമായിട്ട് അവൻ വരും. ഈശോ നമ്മെ ക്ഷണിക്കും അവൻ്റെ പക്കലേക്ക് വരുവാനും അവൻ്റെ സ്നേഹം അനുഭവിക്കുവാനും. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു മറ്റൊരു വ്യക്തിയെ, അന്ന പ്രവാചിക. ഇനി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആലയം വിടാതെ ദൈവത്തെ നോക്കിയിരുന്ന് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണെന്ന് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവള് കല്യാണം കഴിച്ച് 7 വർഷം മാത്രം ഭർത്താവിനോട് കൂടി ജീവിച്ചു, വിധവയായി. അതിനുശേഷം ആലയം വിടാതെ ദൈവത്തെ നോക്കി പാർത്ത, ദൈവത്തെ നോക്കിയിരുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും അന്നായെ. നമുക്കിവരെല്ലാം വലിയ മാതൃകയാണ്. പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കും പ്രാർത്ഥിക്കാൻ പറ്റും. എത്ര പ്രതികൂല സാഹചര്യത്തിലും വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. വേണമെങ്കിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാൻ പറ്റും. പലപ്പോഴും നമുക്ക് പറ്റാതെ പോകുന്നത് നമ്മുടെ വിശ്വാസക്കുറവായിരിക്കാം, നമ്മുടെ പാപം മൂലമായിരിക്കാം. നമ്മളെ തന്നെ കഴുകി വിശുദ്ധീകരിക്കാം. അപ്പോൾ നമുക്ക് ഈശോയെ നോക്കിയിരിക്കുവാൻ, ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുന്നത് തന്നെ വലിയ പ്രാർത്ഥനയായി മാറും. അത് നമുക്ക് വലിയ ആശ്വാസം പകരുന്ന, സൗഖ്യം പകരുന്ന അനുഭവം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ പാപങ്ങൾ തിരിച്ചറിയാം, അനുതാപത്തോടെ ഏറ്റുപറയാം. കർത്താവേ, ഞാൻ പാപിയാണ്, എൻ്റെ ശരീരം മലിനത പൂണ്ട ശരീരമാണ്, എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. എൻ്റെ മനസ്സിൽ ഒരുപാട് കളങ്കമുണ്ട്, എൻ്റെ മനസ്സിനെ കഴുകി വിശുദ്ധീകരിക്കണമേ. എൻ്റെ ഹൃദയം സത്യമല്ല, ഒരുപാട് വഞ്ചന, കാപട്യം എൻ്റെ ഹൃദയത്തിലുണ്ട്. കർത്താവേ, എൻ്റെ ഹൃദയത്തെ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ കർത്താവ് കഴുകി വിശുദ്ധീകരിച്ച ശരീരത്തോടും മനസ്സോടും ഹൃദയത്തോടും കൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രാർത്ഥിക്കുന്ന ഓരോ നിമിഷവും ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്ന അനുഭവം നമുക്കുണ്ടാകും. നമുക്ക് ആ ബോധ്യത്തോടെ കർത്താവിൻ്റെ അളവറ്റ കൃപ, കരുണ, സ്നേഹം, അവിടുത്തെ രക്തം നമ്മുടെ മേൽ വന്ന് നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ അനുതാപ ഗാനത്തിൽ പങ്കുചേരാം. പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, നിന്നെ രക്ഷിപ്പാൻ അവൻ കരങ്ങൾ എന്നെന്നും മതിയായവാ, നിന്നെ രക്ഷിപ്പാൻ അവൻ കരങ്ങൾ എന്നെന്നും മതിയായവാ. എല്ലാവരും ചേർന്ന് ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അല്പസമയം നിശബ്ദതയിൽ ഈ ഗാനത്തിൻ്റെ വരികൾ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. നിന്നെ വിളിക്കുന്നു എന്നതിന് പകരം എന്നെ വിളിക്കുന്നു എന്നത് ഹൃദയം കൊണ്ട് നമുക്ക് കേൾക്കാം. ആശ്വാസത്തിൻ്റെ ഉറവിടമായ ക്രിസ്തു എന്നെ വിളിക്കുന്നു. മകനെ, മകളെ, എൻ്റെ പക്കലേക്ക് വരിക, ഞാൻ നിനക്ക് ആശ്വാസം നൽകാം, ഞാൻ നിന്നെ സുഖപ്പെടുത്താം, ഞാൻ നിനക്ക് വേണ്ടതെല്ലാം നൽകാം. ഈശോ എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അബോധ്യത്തോടെ നമ്മുടെ ഹൃദയവികാരങ്ങളും ഹൃദയാഭിലാഷങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ഇറക്കി വയ്ക്കാം. നമ്മൾ ഏറ്റവും സുരക്ഷിതരാകുന്നത് ഈശോയുടെ കരങ്ങളിലാണ്, ഈശോയുടെ തിരുഹൃദയത്തിലാണ്. നമ്മുടെ കുടുംബം ഏറ്റവും സുരക്ഷിതമാകുന്നത് ഈശോയുടെ തിരുഹൃദയത്തിലാണ്. ആ ഹൃദയത്തിൽ നമ്മെ പ്രതിഷ്ഠിക്കാം. ഈശോയുടെ കരങ്ങളിൽ നമ്മുടെ കുടുംബത്തെ ഏൽപ്പിക്കാം. നമ്മുടെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം.
സങ്കീർത്തനം 126 മൂന്നാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, നമുക്ക് സന്തോഷിക്കാം. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, നമുക്ക് സന്തോഷിക്കാം. ദൈവം നമുക്കായി ചെയ്യുന്ന കാര്യങ്ങളാണ് വൻകാര്യങ്ങൾ. അത് നമ്മെ സന്തോഷഭരിതരാക്കണം. പലപ്പോഴും ഈശോയെ നോക്കി പ്രാർത്ഥിച്ചാലും നമുക്കൊരു അനുഭവം ഉണ്ടാകുന്നില്ല. ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ല. അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മളെ അസ്വസ്ഥമാക്കാറുണ്ട്. ഏതാനും വചനങ്ങളിലൂടെ എന്തായിരിക്കാം ഇതിന് കാരണം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. ഹെബ്രായർ 12:14 നമ്മൾ കാണുന്നുണ്ട്. ഹെബ്രായർ 12:14 പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ പറ്റില്ല. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ പറ്റില്ല. നമ്മൾ ആ വിശുദ്ധിക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്ത്, എന്തെങ്കിലും അശുദ്ധി വന്നാൽ അപ്പോഴേ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ പറ്റില്ല. ജെറമിയായുടെ പുസ്തകം 12:2 വായിക്കുമ്പോൾ അവിടെ കർത്താവ് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. അവരുടെ അധരങ്ങളിൽ ഞാനുണ്ട്, പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഞാനില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ കർത്താവിനെ ഹൃദയത്തിലേറ്റണം എന്നുള്ളതാണ്. 1 പത്രോസ് 3:15 പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ കർത്താവായി നിന്റെ ഹൃദയത്തിൽ നീ പൂജിക്കണം. ഹൃദയം മറ്റാർക്കെങ്കിലും കൊടുത്തിട്ട് അധരങ്ങൾ കൊണ്ട് നമ്മൾ കുറേ പ്രാർത്ഥന നടത്തിയാലും അതിൽ കർത്താവ് പ്രസാദിക്കണമെന്നില്ല. നമ്മുടെ ഹൃദയം എവിടെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ഹൃദയത്തിൽ ആരെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ഹൃദയം ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? കണ്ടെത്താൻ നമുക്ക് സാധിക്കട്ടെ. തെറ്റായ എന്തിലെങ്കിലും നമ്മുടെ ഹൃദയം കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നും നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് കർത്താവിനെ അവിടെ പ്രതിഷ്ഠിക്കാൻ പറ്റണം. ജെറമിയ 29:13 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ അന്വേഷിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നമ്മൾ കർത്താവിനെ കണ്ടെത്താത്തതിന് കാരണം പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കാത്തതാണോ? ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ആയിരിക്കണം. മർക്കോസ് 12:30 ദൈവം ഒരു കൽപ്പന പോലെ നമുക്ക് നൽകിയിരിക്കുന്ന ഇങ്ങനെയുള്ള മേഖലകൾ നമുക്ക് റിപ്പയർ ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ കർത്താവിലേക്ക് നോക്കുമ്പോൾ കർത്താവിനെ കാണാൻ പറ്റും. കർത്താവിനോട് വിളിക്കുമ്പോൾ അവിടുന്ന് ആ വിളി കേൾക്കും. കർത്താവിനെ അന്വേഷിക്കുമ്പോൾ കർത്താവിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങാം. നമ്മുടെ എല്ലാ അവസ്ഥകളും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട്, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും ഇറങ്ങി വരണമേ എന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കാരുണ്യവനായ കർത്താവേ, അങ്ങേ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഹൃദയം കൊണ്ട് അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് അറിയുന്നവനാണ്. ആവശ്യങ്ങളിലേക്ക് അവിടുത്തെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഹൃദയാഭിലാഷങ്ങൾ അങ്ങ് സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ ശരീരത്തിന് സൗഖ്യം നൽകണമേ, മനസ്സിന് ബലം പകരണമേ, ഇവരുടെ ആത്മാവിൽ പുതുജീവൻ പകരണമേ. അങ്ങനെ അങ്ങയെ സ്നേഹിച്ച് ജീവിക്കുവാൻ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിച്ച് ജീവിക്കുവാൻ, അങ്ങയുടെ നാമത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, കർത്താവെ സാധിക്കുന്നത്ര നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത് ജീവിക്കുവാൻ ഈ മക്കളെ അഭിഷേകം ചെയ്യണമേ. ഇവരുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഇപ്പോൾ ഏറ്റെടുക്കണമേ, അതെല്ലാം നിറവേറ്റി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും വിശുദ്ധീകരിക്കുവാനും വിടുതൽ നൽകുവാനും പൗരോഹിത്യത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യവും സമാധാനവും വിശുദ്ധീകരണവും നൽകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ ചോദിച്ചത് കർത്താവ് നൽകുന്നു എന്ന വിശ്വാസത്തോടെ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ ഏറ്റെടുക്കുകയും ചെയ്യാം. ഈശോയെ ആരാധന, ആരാധന, ഹല്ലേലൂയ.
യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ, കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഈ ഞാനുമിരിക്കും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ.